ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു അടിപൊളി കറി വെച്ചാലോ. നിങ്ങൾക്കിത് കാണുമ്പോൾ ബീഫ് കറി പോലെ തോന്നുന്നില്ലേ? എന്നാൽ ഇത് ബീഫ് കറി അല്ല കേട്ടോ. ഇതെന്താണെന്ന് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ RCM ഗുഡ് ഡോട്ടിൻ്റെ വെജിറ്റേറിയൻ ബൈറ്റ്സ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ്. ഇത് എഴുതി വെച്ചിട്ടുണ്ട് റെഡി ടു കുക്ക് ആൻഡ് ഹൈ പ്രോട്ടീൻ ആണ്. അപ്പോൾ വെജിറ്റേറിയൻസിൻ്റെ പ്രോട്ടീൻ ഗോൾസൊക്കെ മീറ്റ് ചെയ്യാൻ ഇതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. മാത്രമല്ല ഇതിനകത്ത് നോ മീറ്റ്, നോ എഗ് ആൻഡ് നോ ഡയറി എന്നാണ്. അതായത് ഇത് വെജിറ്റേറിയൻ മാത്രമല്ല വീഗൻ പ്രോഡക്റ്റ് എന്നും കൂടി നമുക്ക് പറയാം. ഇങ്ങനെയാട്ടോ ഇതിൻ്റെ പാക്കിങ് വരുന്നത്. ഈ പാക്കിങ് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം ഇതൊരു നോർമൽ പാക്കിംഗ് അല്ലല്ലോ. ഇത് വാക്യൂം പാക്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അതായത് വാക്യൂം പാക്കിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ആ പാക്കറ്റിനുള്ളിലെ എയറൊക്കെ കംപ്ലീറ്റ്ലി മാറ്റി സീൽ ചെയ്ത് വരുന്ന പ്രോഡക്റ്റാണ്. അതിൻ്റെ ഉള്ളിലെ എയർ കണ്ടൻറ്റ് മാറ്റുമ്പോൾ തന്നെ പ്രോഡക്റ്റിൻ്റെ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ആകും. അതായത് കൂടുതൽ കാലം ഇത് കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും. ഓക്സിജനും എയറും ഒക്കെ റിമൂവ് ആകുമ്പോഴാണല്ലോ ബാക്ടീരിയയുടെ ഫംഗസിൻ്റെ ഒക്കെ ഗ്രോത്ത് കുറഞ്ഞ് ഇത് സ്പോയിൽ ആകാനുള്ള ചാൻസ് കുറയുന്നത്. അങ്ങനെ ഈ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാക്യൂം പാക്കിങ് നമ്മൾ ചെയ്യുന്നത്. നമുക്കിനി അതൊന്ന് കട്ട് ചെയ്ത് നോക്കാവേ. ഇപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ച് ഈ പ്രോഡക്റ്റ് നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഓർഗൻ മീറ്റ് അല്ലെങ്കിൽ ഒരു ലിവർ പോലൊക്കെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? പക്ഷേ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയേക്കുന്നത് സോയാബീൻ വെച്ചിട്ടാണ്. അതായത് വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ടുള്ള മീറ്റ് എന്ന് വേണമെങ്കിലും പറയാം. ഇതൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പീസസിനകത്തോട്ട് കുറച്ച് ഉപ്പും പിന്നെ വളരെ കുറച്ച് മാത്രം മുളക് പൊടിയും നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാവേ. നമ്മളിനി കറി വെക്കുമ്പോൾ കുറച്ചും കൂടി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാവേ. ഇനി കറിക്ക് ആവശ്യത്തിന് നമ്മൾ ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, 2 സവോള എടുത്തിട്ടുണ്ട്. ഈ കറിക്ക് നമ്മൾ ചുമന്നുള്ളിയാണ് കൂടുതൽ എടുക്കുന്നത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ജിഞ്ചർ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണേ. അപ്പം നമ്മൾ സവോളയും ചെറിയുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പേസ്റ്റ് ആക്കാനുള്ള ജിഞ്ചറും ഗാർലിക്കും പേസ്റ്റാക്കിയും വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചൂട് കട്ടിയുള്ള പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കണേ. അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാവേ. ഇനി ആ ഓയിൽ ചൂടായി വരുമ്പോഴത്തേന് നമ്മളതിലേക്ക് 2 ചെറിയ പീസ് കറുവപ്പട്ട ഇട്ട് കൊടുക്കാവേ. കൂടെ തന്നെ നമുക്ക് കുറച്ച് പെരുംജീരകവും കൂടി ഇടാവേ. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ ചുമന്നുള്ളിയാണ് നമ്മൾ ആദ്യം ഇടുന്നത്. സവോള ഇതൊന്ന് വാടി കഴിഞ്ഞിട്ടേ നമ്മൾ ആഡ് ചെയ്യുള്ളേ. ചുമന്നുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വാട്ടിയെടുക്കാവേ. അതൊന്ന് വാടി വഴന്ന് വരുമ്പോഴത്തേന് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്താൽ നമ്മുടെ ഉള്ളിയും ചുമന്നുള്ളിയൊക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇനി നമ്മൾ അടുത്ത് ചേർക്കുന്നത് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവോളയും 2ആയിട്ട് കീറി വെച്ചേക്കുന്ന നമ്മുടെ പച്ചമുളകുമാണ്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഈ കറിക്ക് സവോളയെക്കാട്ടിലും കൂടുതൽ ചേർത്തേക്കുന്നത് ചെറിയുള്ളിയാണ്. ഇത് നന്നായിട്ടത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 പീസ് ടൊമാറ്റോയും കൂടി ചേർത്ത് കൊടുക്കാവേ. നമ്മൾ ഒത്തിരി ടൊമാറ്റോ ചേർക്കുന്നില്ല, കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതായത് ഒരു ചെറുതോ അല്ലെങ്കിൽ ഒരു വലുതിൻ്റെ 1/2 ചേർത്താൽ മതിയാകുമേ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ പേസ്റ്റാക്കി വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. അത് നല്ല രീതിയിലായി വരുമ്പോൾ ഇനി നമ്മൾ അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അതിനുവേണ്ടി നമ്മൾ മുളക് പൊടി എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കുരുമുളക് പൊടിയാണ്, പിന്നെ മഞ്ഞളും കുറച്ച് മാത്രം ഗരം മസാലയും നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാവേ. അത് നന്നായിട്ട് ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉപ്പും മുളക് പൊടിയും തിരുമ്മി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ RCM ഗുഡ് ഡോട്ടിൻ്റെ വെജിറ്റേറിയൻ ബൈറ്റ്സ് പീസസ് ആക്കി വെച്ചത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ. കാണുമ്പോൾ നല്ല ബീഫ് പീസ് പോലെ തോന്നുമെങ്കിലും ഇതൊരു സോയാബീൻ്റെ പ്രോഡക്റ്റാണ്. ഇനി നമുക്ക് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓരോ പീസിലേക്കും നമ്മുടെ സ്പൈസസും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം നല്ല രീതിയിൽ എത്തുന്ന രീതിക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കത് വേവാൻ ആവശ്യമായ ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. നമ്മളിത് വേകാനായിട്ട് നെകക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ കുക്കാകാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. ഇപ്പോൾ നന്നായിട്ട് തിളയൊക്കെ വരുന്നുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചുകൂടി അതിൻ്റെ വെള്ളം പറ്റുന്ന രീതിയിൽ നമുക്കൊന്ന് അടച്ച് വെച്ച് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാവേ. നന്നായിട്ട് വെള്ളം പറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ എല്ലാ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടുണ്ട്.
നല്ല കുറുകി ഗ്രേവിയൊക്കെ ഇതാ ആ പീസസിലെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റാണേ. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മാത്രം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാവേ. ഓൾറെഡി നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ കുറച്ച് മാത്രം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാവേ. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ നല്ല ബീഫ് കറി പോലെ തന്നെ ഉണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വെജിറ്റേറിയൻസിനൊക്കെ ഒരു പ്രോട്ടീൻ്റെ ഒരു അടിപൊളി സോഴ്സ് തന്നെയാണ് ഇത്. ടേസ്റ്റും അടിപൊളിയാണ്, ഇതിനകത്ത് ഹൈ പ്രോട്ടീനും അതുപോലെ മറ്റ് ന്യൂട്രീഷണൽ വാല്യൂസും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ RCMൻ്റെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് RCMൻ്റെ ഷോപ്സിലോ അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും വാങ്ങിക്കാൻ പറ്റുമേ. എല്ലാവരും ഒരു വട്ടം എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.